ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ, ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നല്ല മഴക്കോളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കാറ്റ് പിന്നെ എപ്പോഴും ഈ ഒരു ഏരിയയിൽ നല്ല കാറ്റാണ്. എന്നാലും മഴക്കാറുണ്ടാവുമ്പം കൂടുതൽ കാറ്റുണ്ടായിരുന്നു. അപ്പം തന്നെ ഇപ്പം മാങ്ങേൻ്റെ സീസൺ ആയതുകൊണ്ട് കുറേ മാങ്ങ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചെറിയ കടുക്കാച്ചി മാങ്ങ എന്ന് പറയുന്ന ഈ മാങ്ങയില്ലേ, എന്തൊക്കെയോ പേരുകളാണ് ഓരോ സ്ഥലത്തും ഉണ്ടാവുക. നമ്മളിതിന് ചെറിയ കടുക്കാച്ചി മാങ്ങ എന്ന് പറയും. അപ്പോൾ ഈ ഒരു മാങ്ങ വെച്ചിട്ട് ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വിചാരിച്ചു. എത്രാന്ന് വിചാരിച്ചാൽ നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസമൊക്കെ നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. അത് വെക്കും തോറും ടേസ്റ്റ് കൂടും. അപ്പോൾ മാങ്ങയൊക്കെ ക്ലീൻ ചെയ്തെടുത്തു. ഒന്നുമില്ല, അതിൻ്റെ തോൽ ഒഴിവാക്കിയിട്ട് അതിൻ്റെ മറ്റ് ഭാഗങ്ങളാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ച് മഞ്ഞളും കുറച്ച് മുളക് പൊടിയും കുറച്ച് മുഴുവനായിട്ടുള്ള പച്ചമുളകും ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കിയിട്ട് വേവിക്കാൻ വെക്കണം. അപ്പോൾ അത് വേവുന്നപ്പോഴേക്ക് നമുക്ക് അതിൻ്റെ ഒരു അരപ്പുണ്ടാക്കാം. അപ്പോൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ജീരകപ്പൊടിയാണിത്, ക്രഷ് ചെയ്ത ജീരകമാണിത്. ഫുൾ ജീരകം എൻ്റെ കയ്യിൽ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ക്രഷ് ചെയ്ത ജീരകം അതും കൂടി ചേർത്തു. നല്ലൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി മഞ്ഞൾ അരക്കുന്ന സമയത്തും ചേർക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു നല്ലൊരു പ്രത്യേക കളർ വരിക. അപ്പോൾ വെന്തിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് ആറിയിട്ടാണ് ഈ അരപ്പ് ഒഴിക്കേണ്ടത്. എന്നാൽ എനിക്ക് ടൈം കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് നന്നായിട്ട് ആറുന്നതിന് മുന്നേ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു കളറ് വരാൻ വേണ്ടിയിട്ടാണ് അരക്കുന്ന സമയത്ത് മഞ്ഞൾ ചേർക്കുന്നത്. ഈ ഒരു സമയത്ത് ഒരല്പം ഗീ വേണമെങ്കിൽ ചേർക്കാം. കുറച്ച് ഗീ ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. എന്നിട്ട് കുറച്ച് നമ്മളെ വെല്ലം ഉണ്ടല്ലോ, വെല്ലത്തിൻ്റെ ഒരു പകുതിയും കൂടിയും കുറച്ച് അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. വെല്ലം ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഒരു ചെറിയ തിള വന്നു കഴിഞ്ഞാൽ മതി. എന്നിട്ട് പിന്നെ താളിപ്പാണ്. താളിക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കടുക്, കുറച്ച് ഉണക്കമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് ഉലുവ പൊടിയും കൂടി ചേർത്തിട്ട് അത് വറവിടണം. അത് തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ തൈര് ചേർക്കുന്ന സമയത്ത് കുറേ സമയം തിളക്കാൻ പാടില്ല, ചെറിയ തിളയേ വരാൻ പാടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ടാണ് ഇത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷെ ക്ഷമയില്ലായിരുന്നു, കാരണം വിഷു ആയതുകൊണ്ട് എൻ്റെ ഫ്രണ്ട് കുറച്ച് കറികളൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു മാമ്പഴ പുളിശ്ശേരിയും കൂടി ഉണ്ടാകുമ്പോൾ അതൊരു ഭയങ്കര ടേസ്റ്റുള്ളൊരു സംഭവമാണ്. അതിൻ്റെ കൂടെ കുറച്ച് നല്ല തേങ്ങാ ചമ്മന്തി അതും കൂടി പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പച്ചടിയുണ്ട്, സാമ്പാറുണ്ട്, അതൊക്കെ എൻ്റെ ഫ്രണ്ട് കൊണ്ടു തന്നെ. പിന്നെ ഒരു ഫിഷ് ഫ്രൈയും. അപ്പോൾ ഇതൊക്കെ ചേർത്ത് നല്ലൊരു ചോറ് കഴിച്ചു. അപ്പോൾ നമ്മളെ നാട്ടിൽ ഇത്തരം മാങ്ങകൾ ഒരുപാട് ഉണ്ടാവുമല്ലോ ഈ സീസണിൽ. അപ്പം നമ്മൾ കൂടുതലും ഇങ്ങനെ കഴിക്കലാണ്. ഈ മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കുമോ, അധികം പേരും ഉണ്ടാക്കും, എന്നാലും എല്ലാവരും ഒന്നും അങ്ങനെ ഉണ്ടാക്കാൻ നിൽക്കാറില്ല. അപ്പോൾ എന്നോട് പറഞ്ഞതായിരുന്നു ഈ ഒരു റെസിപ്പി കാണിക്കാൻ. ഉണ്ടാക്കുന്ന കുറച്ച് ദിവസമായി, പക്ഷേ ഈ ഒരു റെസിപ്പിയോട് കൂടിയിട്ട് പിന്നെ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചു. അപ്പോൾ കണ്ടിട്ടുണ്ടാവും, എൻ്റെ 2-3 ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ബെഡ്ഷീറ്റ് മാറ്റാനുണ്ടായിരുന്നു. ബെഡ്ഷീറ്റ് മാറ്റുമ്പോൾ കിൽറ്റിൻ്റെ കവർ ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു ടാസ്ക്കാണല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇന്ന് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ സിയ കുട്ടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആ പണിയൊക്കെ വേഗം കഴിഞ്ഞു. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്, നെസ്റ്റോയിലേക്ക് പോകണം. കണ്ണൂർ നെസ്റ്റോയിൽ. ഇവിടുന്ന് പിന്നെ ഒരു 10 മിനിറ്റേ ഉള്ളൂ നെസ്റ്റോയിലേക്ക്. 10-12 മിനിറ്റേ ഉള്ളൂ. പുതിയ നാഷണൽ ഹൈവേ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കണ്ണൂരേക്കൊക്കെ പോകാൻ കഴിയും.
അപ്പോൾ മെയിനായിട്ടുള്ള പണികളൊക്കെ വേഗം തീർക്കാൻ പറ്റുന്നതൊക്കെ തീർത്തുകൊണ്ടിരിക്കുക. നല്ല മഴക്കാറുണ്ട്. മഴ പെയ്യും വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് ദിവസമായിട്ട് അങ്ങനൊരു ക്ലൈമറ്റ് ആണല്ലോ, അതുകൊണ്ട് തന്നെ നല്ല അസൽ ചൂടുമാണ്. പിന്നെ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം കുറച്ച് ശരിയാക്കാനുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ടേബിളൊക്കെ നല്ലോണം ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആണെങ്കിലും ഈ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് നമ്മൾ എവിടെ വെച്ചാലും അങ്ങനെ വെച്ചിട്ട് അങ്ങ് പോക്കല്ലല്ലോ. നമ്മൾ കഴിയുന്നതും ഒരു 10 ദിവസം കൂടുമ്പോൾ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ അതിൽ നല്ലോണം പൊടി പിടിക്കും. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഫ്രഷ് ഫ്ലവറിലും ഫ്രഷ് ചെടിയിലൊക്കെ നമ്മൾ സ്പ്രേ ചെയ്യുന്ന പോലെ ഇത്തരം ഇതിലും ചെയ്യുമ്പോൾ അതിൽ വരുന്ന ഒരുവിധം പൊടികളൊക്കെ അങ്ങ് റിമൂവ് ആയി കിട്ടും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നെസ്റ്റോയിലെത്തി. അപ്പോൾ അത്യാവശ്യമുള്ള ഐറ്റംസൊക്കെ വാങ്ങിച്ചു. നമ്മൾ ദുബൈയിലെ നെസ്റ്റോ പോലെയല്ലേ, കാലിക്കറ്റ് നെസ്റ്റോ പോലെയൊന്നുമല്ല. ഇത് ചെറിയൊരു നെസ്റ്റോ ആണ്. അത്യാവശ്യ സാധനങ്ങളൊക്കെ കിട്ടും. തിരിച്ച് വരുമ്പോഴേക്ക് നല്ല മഴയായി. മെല്ലെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല ശക്തമായ കാറ്റും വരുന്നുണ്ട് ഇടയ്ക്ക്. ഇത്ര നേരം ചൂടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഇതാ അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് നല്ലൊരു ക്ലൈമറ്റായി മാറി. നല്ല കൂളായി. ഇപ്പോഴത്തെ പിള്ളേർ പറയുന്നത് പോലെ നല്ല ചില്ലായി. മാഷാ അല്ലാഹ് നല്ല കാറ്റാണ്, ഭയങ്കര കാറ്റാണ്. അത്യാവശ്യം നല്ല മഴയുണ്ട്. മാങ്ങകളൊക്കെ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങോട്ട് പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. പോവാ, പക്ഷേ കാറ്റ് കൊണ്ടൊരു പേടി. പിന്നെ കുറച്ച് സമയം മേലത്തെ റൂമിൽ വന്നിട്ട് നോക്കി മഴയൊക്കെ. മേലത്തെ കിച്ചണിൽ ഒന്ന് ചായയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് മേലെ നിന്ന് മഴയൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. അതിൻ്റെ ഇടയ്ക്ക് കുട്ടികൾ ഈ ഒരു ചെയറിൽ ഇരുന്നിട്ടുണ്ട്, എക്സസൈസ് ചെയ്യുന്നുണ്ട്. മസാജ് ചെയറിൽ ഇങ്ങനെ ഇരുന്ന് നല്ല ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും. അത്യാവശ്യം മഴയൊക്കെ പെയ്തു. കുറച്ച് സമയമാണെങ്കിലും അത്യാവശ്യം പെയ്തു. കുറച്ച് സമയം ഉണ്ടായിരുന്നല്ലോ, ഭയങ്കരമായിട്ട് മഴ വന്നു. പിന്നെ മേലെ നിന്ന് എല്ലാവരും കുറച്ച് നേരം കളിച്ച് പിന്നെ താഴത്തെത്തി. ഇനിയിപ്പം മഴ പെയ്ത് കഴിഞ്ഞത് കൊണ്ട് നന്നായിട്ട് മാങ്ങയൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ ഈ മാങ്ങ വെച്ചിട്ട് അടുത്ത വീഡിയോയിൽ നല്ല സ്ക്വാഷും നല്ല ജാമൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ നമുക്ക് കാണാം. ഓക്കെ, അപ്പം ബൈ.